പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവ് ഇന്ന് വലിയ കരുണ തോന്നി നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. 57-ാം സങ്കീർത്തനത്തിലെ 3-ാം തിരുലിഖിതമാണ് ഇന്ന് ചിന്തിക്കാൻ കർത്താവ് നമുക്ക് പ്രചോദനം നൽകുന്നത്. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും എനിക്ക് വേണ്ടി അയക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എൻ്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം സഹായം അയച്ച് എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കിന്ന് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ഫ്ലോറ. ഞാൻ വരുന്നത് ഒറ്റപ്പാലം സെൻറ്റ് ജോസഫ് ഫൊറാന ചർച്ചിൽ നിന്നാണ്. ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നു, പക്ഷേ പൊട്ടിപ്പൊളിയാറായ വീടായിരുന്നു. പൊട്ടിപ്പൊളിയാറായി ഇടിഞ്ഞു വീഴാൻ തക്ക ഒരു പഴയ വീട്. അപ്പോൾ ഫ്രണ്ട് വാതിലും ബാക്ക് വാതിലൊക്കെ ഞങ്ങൾ മുട്ട് വെച്ചിട്ടാണ് രാത്രി കിടന്നുറങ്ങാറ്. ഇതാ ദൈവമായ കർത്താവേ, പിതാവേ, പരിശുദ്ധാത്മാവേ, ഇതുമാതിരി എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പിന്നെ എക്സ്ട്രാ തൂണൊക്കെ കൊടുത്തിട്ടാണ് രാത്രി കിടന്നുറങ്ങണത്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം മാർച്ചായപ്പോൾ വീട് പൊളിച്ചു. വീട് പണിയാന്ന് വിചാരിച്ചിട്ട് ലോൺ എടുത്തു. വീട് പണി തുടങ്ങി 6 മാസമായിട്ടും വീട് പണി ഒന്നും ആവണില്ല. അപ്പോൾ കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ അമ്മച്ചി ഇങ്ങനെ അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, 3 ആദ്യ വെള്ളിയാഴ്ച വന്ന് ധ്യാനം കൂടിയേക്കാം. ധ്യാനം കൂടി ഡിസംബർ അവസാനം ആകുമ്പോഴത്തേന് നമ്മൾ വീട് കയറി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാനും പിള്ളേരും കൂടെ 3 ആദ്യ വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഡിസംബർ 25-ാം തീയതിക്ക് മുന്നേ എന്തായാലും വീട് കയറി താമസിക്കാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. 21-ാം തീയതി ആയപ്പോൾ പാലുകാച്ചൽ നടത്തി. 25-ാം തീയതി വന്നില്ല, 21-ാം തീയതി ആയപ്പോൾ തന്നെ പാലുകാച്ചൽ നടത്തി വീട് കയറി. പാലുകാച്ചൽ നടത്തി വീട് കയറി നോക്കിയേ, ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീടിൻ്റെ സ്ഥാനത്ത് ഗംഭീരമായൊരു വീട് തല ഉയർത്തി നിൽക്കുകയാണ്. പറഞ്ഞ ഹാല് അത് പറഞ്ഞ് 2-3 മാസം ഇവർ പറഞ്ഞത് 3 ആദ്യ വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിക്കുക, എന്താ വെച്ചാൽ തടസ്സം മാറി വഴി തുറക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവിടെ വരിക, ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ കൂടുക, പ്രത്യേകിച്ച് ഇവിടുത്തെ വെഞ്ചിരിപ്പുകളൊക്കെ കൂടുക, എന്നിട്ട് യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ രക്ഷ പ്രാപിക്കും. പിന്നെ കൽക്കുരിശ് മലയിൽ പോയ കുരിശെ പിടിച്ച് പ്രാർത്ഥിക്കുക. ഇവിടെയാണെങ്കിൽ കുരിശിൻ്റെ പാതയുണ്ട്, കൽപ്പാത. ആ കൽപ്പാത പോയി കുരിശിൻ്റെ വഴി നടത്തുക. അല്ലെങ്കിൽ റൂഹാമോണ്ടി പോയി അവിടെ കരുണക്കൊന്ത ചെല്ലുക. അവിടെ ഒരു ഡിവൈൻ മേഴ്സി, അതിന് മുമ്പ് കരുണക്കൊന്ത ചെല്ലുക. ആ സെൻറ്റ് ഡൊമിനിക്ക് ഒരു ഓലപ്പരയുണ്ടല്ലോ, ആ സെൻറ്റ് ഡൊമിനിക്കിൻ്റെ ഓലപ്പരയിൽ ഒന്ന് കയറി, ദൈവമേ, യേശുവേ എന്നൊന്ന് വിളിച്ച് ഒന്ന് കരയുക, അങ്ങോട്ട് പോരുക, ദൈവം അങ്ങ് ചെയ്തോളും. ഇത് അവിടെയാണ് ഡിവൈൻ മേഴ്സിയുടെ അവിടെയാണ് അത് ചെല്ലേണ്ടത്. ഇപ്പുറത്ത് പരിശുദ്ധാത്മാവാണ്, അവിടെ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയാണ് ചെല്ലേണ്ടത്. നടുവിലാണ് സെൻറ്റ് ഡൊമിനിക്കിൻ്റെ പള്ളി. അതൊരു ഓലപ്പരയെന്ന് തീരെ ചെറുതാന്ന് വിചാരിക്കുന്നത്, ഭയങ്കര ശക്തിയുള്ള സാധനമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുള്ളിൽ കയറിയിട്ട് യേശുവേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ ഒറ്റ നിലവിളിയാണ്, കർത്താവ് സഹായിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരിക്ക് ദൈവം ഒരു ദൈവിക ജ്ഞാനം കൊടുത്തു. എന്ത്? 3 ആദ്യ വെള്ളിയാഴ്ച വന്ന് ഇവിടെ വന്ന് നേരിട്ട് ഈശോയോട് പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ നേരിട്ട് ഈശോയോട് പറഞ്ഞു. ദൈവം അങ്ങോട്ട് സഹായം ചെയ്ത് അനുഗ്രഹിച്ചു. ഡിസംബർ 25 ആകണ്ട, 21-ാം തീയതി തന്നെ പാല് കാച്ചി കയറിക്കൂടി. വീടൊന്നും നിങ്ങൾ കാണിച്ച ഗംഭീരം വീടാണ് കേട്ടോ. എന്താ ഇത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്പനേരം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് കൂട്ടുക. ഇത് ഒരു വലിയ ദൈവകൃപയുടെ ഒരു ഉത്സവമാണ്. ഒരുപാട് കോൺവെൻറ്റുകളിൽ സിസ്റ്റർമാർ ഒരുമിച്ചിരിക്കുന്നു. അനേകം വൈദികർ അവരവരുടെ സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ശുശ്രൂഷകർ കൂട്ടായ്മയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ശുശ്രൂഷകൾ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈദിക വിദ്യാർത്ഥികൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലിരുന്ന് ദൈവമക്കൾ ഒരേ സമയത്ത്, ലക്ഷോപലക്ഷം ദൈവമക്കൾ ഒരേ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ദൈവത്തിൻ്റെ കൃപ കരകവിഞ്ഞൊഴുകണം.
ഓരോ തരത്തിൽ ക്ഷീണമുള്ളവരിപ്പോൾ പ്രാർത്ഥിക്കണം, രോഗങ്ങളുള്ളവരിപ്പോൾ പ്രാർത്ഥിക്കണം, വലിയ മനോവ്യഥകൾ ഇരിക്കുന്നവർ പ്രാർത്ഥിക്കുക, കുട്ടികൾ പ്രാർത്ഥിക്കുക, എല്ലാ കുട്ടികളും ഒരുമിച്ച് കൂട്ടുക, യുവതിവാക്കന്മാർ ഒരുമിച്ച് കൂട്ടുക, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കർത്താവേ, അങ്ങയുടെ അനന്ത കൃപ, അങ്ങയുടെ അത്ഭുതകരമായ കൃപകൾ, അഭിഷേകങ്ങൾ സകല കുടുംബങ്ങളിലേക്ക് സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ദൈവമേ, അങ്ങയുടെ കരം തുറക്കണമേ കർത്താവേ. വലിയ കാര്യങ്ങൾ സംഭവിക്കട്ടെ, വലിയ തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വലിയ തരത്തിലുള്ള വിടുതൽ സംഭവിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അത്യത്ഭുത ശക്തി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 പരിശുദ്ധാത്മാവേ, ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ ദാസരിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ ദാസരിൽ നീട്ടണമേ. വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ ഞങ്ങൾ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ ഞങ്ങൾ നീട്ടണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. കുടുംബങ്ങളുടെ മേൽ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടൽ നൽകി അനേക രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ, ക്ഷീണിതർ സൗഖ്യം പ്രാപിക്കട്ടെ, അന്ധകാര ബന്ധനത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ, രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, പൈശാചിക വിട്ടുമാറി പോകട്ടെ, ഹൃദയങ്ങളിൽ നിന്ന് പാപബന്ധനങ്ങൾ തകരട്ടെ, വലിയ കഠിനമായ നിരാശകൾ അടിമത്തങ്ങൾ നീങ്ങി പോകട്ടെ, മദ്യപാന നിരാസക്തി വിട്ടുമാറി പോകട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപിക്കട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്ഷീണിതർ ശക്തി പ്രാപിക്കട്ടെ, ആത്മീയ മന്ദത വിട്ടുമാറി പോകട്ടെ, ദൈവവചനം കേൾക്കാനുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ, നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, നൽകണമേ പരിശുദ്ധാത്മാവേ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പരിശുദ്ധാത്മാവേ, ബന്ധനങ്ങൾ തകരട്ടെ, വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, നാമത്തിൽ കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, സംഭവിക്കട്ടെ. ഒഴുകും കൈകൾ ദാസരിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ ദാസരിൽ നീട്ടണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ആരാധന, 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 ശ്രീ ആരാധന, 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 ശ്രീ ആരാധന, 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 യേശുവേ, ഗ്ലോറി, 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 രോഗികളായി കിടക്കയിൽ കിടക്കുന്നവർ ഇപ്പോൾ രോഗക്കണക്ക് കൊണ്ട് എഴുന്നേൽക്കട്ടെ കർത്താവേ. കഠിന ബന്ധങ്ങളിരിക്കുന്നവർ പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള ദുശീലങ്ങളുടെ അടിമത്തങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ, ദുശീലങ്ങളുടെ ചങ്ങലകൾ പൊട്ടിച്ചെതറട്ടെ. ആരാധന, ആരാധന, ആരാധന. കഠിന ദുഃഖങ്ങൾ വിട്ടുമാറി പോകട്ടെ. ആരാധന, ആരാധന, ആരാധന. കഠിന ഭയത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ആരാധന, 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 യേശുവേ, ആരാധന, ആരാധന, യേശുവേ, ആരാധന, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന. ഹല്ലേലൂയ. ജീവിക്കുന്നവനായ കർത്താവേ, ഇപ്പോൾ അങ്ങ് ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഈ വലിയ സമൂഹത്തിൻ്റെ മേൽ കർത്താവ്, ഓരോ ഭവനങ്ങളിലിരിക്കുന്ന എളിയ മക്കള് കണ്ണുനീരോട് വലിയ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത് വന്ന് ഉത്തരം കൊടുക്കണമേ. ആകാശം ചായിച്ചിറങ്ങി വരണമേ. അങ്ങ് പ്രത്യക്ഷപ്പെടുന്ന അനുഭവങ്ങൾ അങ്ങ് നൽകണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുഞ്ഞുമക്കളെ, യുവതി യുവാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ,
അട്ടപ്പാടിയിലുള്ള റൂഹ മൗണ്ടിലെ ശുശ്രൂഷ സ്ഥലത്തു നിന്നാണ് അച്ഛനിപ്പോൾ നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്നത്. അട്ടപ്പാടി റൂഹ മൗണ്ട് ദയറ കർത്താവിൻ്റെ ഒരു വലിയ ശുശ്രൂഷയ്ക്കായി കർത്താവ് രൂപപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് കർത്താവ് ചിന്തിക്കാൻ തന്നിരിക്കുന്ന വിഷയം, സ്വർഗത്തിലെ ദൈവം സഹായം അയച്ച് എന്നെ രക്ഷിക്കും. ഞാൻ ഈ രണ്ട് ദിവസം ഇവിടെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കുടുംബം വന്ന് അവരുടെ അനുഭവം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള രോഗപീഠ വന്നു. അദ്ദേഹം വലിയൊരു കോൺട്രാക്ടറാണ്. അദ്ദേഹം പറയുകയാണ്, കിഡ്നി സ്റ്റോൺ വന്ന് അതിൻ്റെ രോഗാവസ്ഥ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അത് മൂർച്ഛിച്ച് പഴുത്ത് അത് സർജറി എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അതിഗുരുതരമായ തരത്തിൽ ഭയാനകമായ സ്ഥിതിയാകുന്നൊരു അവസ്ഥ വന്നു. ഡോക്ടർമാർ എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ വേദന സഹിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ അദ്ദേഹം പോകുന്ന വഴി അദ്ദേഹം റൂഹ മൗണ്ടിൽ നിന്ന് കയറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും ആശീർവാദം പ്രത്യേകിച്ച് കുരിശിന് വേണ്ടി കർത്താവിന് സമർപ്പിച്ച്, പരിശുദ്ധാത്മാവേ അവിടുന്ന് ഇടപെടണമേ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന് പ്രതിഷ്ഠിച്ച് അങ്ങനെ അദ്ദേഹം ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. പിറ്റേ ദിവസം സർജറിയാണ്. അങ്ങനെ അഡ്മിറ്റായി. അദ്ദേഹത്തിന് കുറേ നാളുകളായി ജോലിക്ക് പോകാൻ പറ്റാത്ത, സാമ്പത്തികമൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലേ ദിവസം ഡോക്ടറിൻ്റെ ഫൈനൽ കൺസൾട്ടേഷൻ നടക്കുന്ന സമയത്ത് ഡോക്ടറെ കണ്ടപ്പം ഡോക്ടറുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഡോക്ടർ വന്ന് നോക്കി. എല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഒരു 4000 രൂപ എടുത്ത് ആ ഡോക്ടറുടെ കയ്യിലേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഇത് കയ്യിൽ വെക്കണം. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താണ്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്തായാലും മരിക്കും, ഈ സർജറി കഴിഞ്ഞ് ഞാൻ ജീവിക്കുമെന്ന് തോന്നില്ല. അത്രയും തകർന്ന്, ഉദരം തകർന്ന് വിഷമം, രോഗിയാണ്, വേദനയാണ്, രാത്രി പകലില്ലാതെ വേദന, അദ്ദേഹം എല്ലാം തോലുമായി. അദ്ദേഹം പറയും, കുറേ നാളായി അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം ബ്ലോക്കായി ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മരിക്കും, അതുകൊണ്ട് ഡോക്ടർ ഇത് കയ്യിൽ വെക്കണം. എൻ്റെ ഉള്ള മുഴുവൻ സമ്പാദ്യം ഇതിനകത്തുണ്ട്, ഇനി ഞാൻ കടം വാങ്ങണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റില്ല, സങ്കടം വന്ന് കരഞ്ഞു. എന്തായാലും ശരി, ആ ദിവസം ആ രാത്രി അദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോൾ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരു കൊടുങ്കാറ്റിനുള്ളിലായി. അദ്ദേഹത്തിൻ്റെ ഇടത് വശത്തുള്ള ആർക്കും കൊടുങ്കാറ്റ്, ഇദ്ദേഹം മാത്രം രോഗക്കിടക്കെ കിടക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റിൻ്റെ ഉള്ളിലായി. അതിനുശേഷം അദ്ദേഹം ആ കൊടുങ്കാറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ അദ്ദേഹം വേർത്ത് കൊള്ളിക്കുന്നുണ്ട്. അദ്ദേഹം നോക്കുമ്പോൾ ഈ കൊടുങ്കാറ്റിൻ്റെ ഇടയിൽ അദ്ദേഹം സ്വരം കേട്ടു, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. എന്തായാലും അദ്ദേഹം തിരിഞ്ഞു മറിഞ്ഞ് കടന്നു. അദ്ദേഹം അടുത്ത ആളുകളൊക്കെ ചോദിച്ചു, അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി കടന്നുപോയി. പിറ്റേ ദിവസം സർജറിക്ക് വേണ്ടി അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭയങ്കര ദുരിതാവസ്ഥയിൽ അദ്ദേഹത്തിന് ഇത് കൊടുത്തു, അനസ്തേഷ്യ പോലെ സാധനം കൊടുത്തു. അതിനുശേഷം അദ്ദേഹം ബോധം തെളിഞ്ഞപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഒരു ആവശ്യവും വന്നില്ല, ഒരു ഓപ്പറേഷൻ സർജറി ആവശ്യം വന്നില്ല. അദ്ദേഹത്തിൻ്റെ കിഡ്നി സ്റ്റോൺ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, അവിടുന്ന് മാറി മൂത്രാശയത്തിൻ്റെ അവിടെയോ മറ്റൊരു സ്ഥലത്തേക്ക് വന്നു. അവർക്ക് അത് മെഡിസിനും കൊണ്ട് പൊടിച്ച് കളയാൻ പറ്റി. സർജറി ഇല്ലാതെ അവർക്ക് അത് പരിഹരിച്ചെടുക്കാൻ പറ്റി. ഒരു ചെറിയ നിസ്സാര പൈസ, കെട്ടിവെച്ച പൈസ കുറേ തിരിച്ചു കൊടുത്തു. ഒരു നിസ്സാര പൈസയ്ക്ക് അത് അദ്ദേഹത്തിൻ്റെ അതെല്ലാം അദ്ദേഹത്തിന് പിന്നെ ഇന്ന് വരെ ആ ഒരു രോഗമോ ബുദ്ധിമുട്ടോ വന്നില്ല. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹം ഫ്ലറിഷ് ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അനുഭവം ഇദ്ദേഹം ഇന്നലെ ഇവിടെ വന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ ഈ രാത്രി ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കർത്താവിൻ്റെ വചനമാണ് വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 57-ാം തിരുലിഖിതം. ഒരു മനുഷ്യൻ വേദനയിൽ കടന്ന് പൊളയുമ്പോൾ കർത്താവ് അടുത്തു വരും. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു, ഭയപ്പെടണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു. ഇതാ മനുഷ്യൻ്റെ ഒരു ഭാവനയല്ല, ഇതാ മനുഷ്യൻ്റെ റിയൽ അനുഭവമാണ്. ബൈബിളിലും വചനത്തിലും അതുതന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന തലമുറകളുടെ അനുഭവമാണ് ഒരു വലിയ തകർച്ചയിൽ, ഒരു കൊടിയ ഞെരുക്കത്തിൽ, ഒരു വലിയ പ്രതിസന്ധിയിൽ, പാതാളപോലെ അഗാധമായ തകർച്ചയിൽ നിബന്ധിച്ചാൽ, അവിടെ ഇരുന്ന് ദൈവത്തെ വിളിച്ചാൽ, അവിടെ ഇരുന്ന് ദൈവത്തെ വിളിച്ച് കരഞ്ഞാൽ, ദൈവം സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് ആ മനുഷ്യന് വേണ്ടി ഇടപെടും എന്നുള്ളത് തലമുറകളുടെ അനുഭവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് നമ്മൾ ആദ്യം കണ്ടത്. 57-ാം സങ്കീർത്തനത്തിലെ
2ഉം 3ഉം തിരുലിഖിതങ്ങൾ. 57 സങ്കീർത്തനം 2ഉം 3ഉം തിരുലിഖിതങ്ങൾ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ, എനിക്ക് വേണ്ടി ഓപ്പറേഷൻ, എനിക്ക് വേണ്ടി സൗഖ്യം, എനിക്ക് വേണ്ടി സാമ്പത്തിക ഞെരുക്കങ്ങൾ വിടുതൽ, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച എന്താ എനിക്ക് കിട്ടുന്ന ഗുണം? അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും എനിക്ക് വേണ്ടി അയക്കും. ദൈവം എനിക്ക് വേണ്ടി സഹായത്തിനായി ഇറങ്ങി വരും. ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും. ദൈവം തൻ്റെ കാരുണ്യം അയക്കും. ദൈവം തൻ്റെ വിശ്വസ്തത അയക്കും. ദൈവം എന്നെ പാതാളം പോലെ അഗാധമായ തകർച്ചയിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ കൈപിടിച്ചുയർത്താൻ ശക്തനാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസെക്കിയേൽ പ്രവചനത്തിൽ 17-ാം അധ്യായത്തിലെ 24-ാമത്തെ തിരുലിഖിതം, എസെക്കിയേൽ 17:24, കർത്താവായ ഞാൻ താഴുന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളിർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്. ഞാൻ അത് നിറവേറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പച്ചമരത്തെ ഉണക്കുന്നവൻ, ഉണക്കമരത്തെ തളിർപ്പിക്കുന്നവൻ. തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും സർവാധിപനുമായ കർത്താവ്. ഏകപരമാധികാരിയും പ്രഭുക്കന്മാരുടെ പ്രഭുവും രാജാക്കന്മാരുടെ രാജാവും സർവാധിപനുമായ കർത്താവ്. അവനെ ആരാധിക്കണം, അവനോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സർവാധിപതിയായ കർത്താവിനോട് പ്രാർത്ഥിച്ച ഒരനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലം കൊടുങ്ങല്ലൂരിലുള്ള ക്രിസ്ത്യാനികളെല്ലാവരും ഭയപ്പെട്ടു. കാരണം ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ഒരുപാട് കിരാതമർദ്ദനങ്ങൾ അവർ അഴിച്ചുവിടുകയുണ്ടായി. അനേകം പേരെ, പ്രത്യേകിച്ച് കോലത്തിരി രാജാവിനെയൊക്കെ അവർ കൊന്ന് അതിങ്ങനെ ഇങ്ങനെ ടൗൺ തോറും പട്ടണം തോറും വില്ലേജ് തോറും ഇങ്ങനെ ആ ഡെഡ് ബോഡി വലിച്ചുകൊണ്ട് നടന്ന് ആനപ്പുറത്ത് വലിച്ചുകൊണ്ട് നടന്നിങ്ങനെ അപമാനിച്ച ആ സംഭവങ്ങളെല്ലാം അരങ്ങേറി. ആളുകളുടെ ഇടയിൽ ടെറർ വിതച്ചു, ഭീകരത വിതച്ചു. അതുകൊണ്ട് ഈ ടിപ്പു സുൽത്താൻ്റെ പട വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഭയപ്പെട്ടോടും. കൊടുങ്ങല്ലൂരുള്ള ഒരുപാട് പേര് ആ ആലുവ പുഴ കടന്ന് അപ്പുറത്ത് കൊച്ചി രാജാവിൻ്റെ അടുത്ത് അഭയം തേടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടിപ്പു സുൽത്താൻ്റെ ആ പട നീങ്ങി അവർ ആലുവ മണപ്പുറം വരെ എത്തി. അപ്പോൾ അപ്പുറത്തേക്ക് ആലുവ പുഴ കടന്ന് കൊച്ചി രാജാവിൻ്റെ അടുത്ത് അഭയം തേടിയ ആ മനുഷ്യരെല്ലാവരും വീണ്ടും ഭയപ്പെടാൻ തുടങ്ങി. അവരൊരു കാര്യം ചെയ്തു, പ്രത്യേകിച്ച് വിശ്വാസികളൊരു കാര്യം ചെയ്തു. അവർ പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക സഹായം അപേക്ഷിച്ചു. അവർ ഭക്ഷണം ഉപേക്ഷിച്ചു, അവർ ഉപവാസം എടുത്തു, അവർ നോമ്പെടുത്തു, അവർ കഠിന വ്രതങ്ങളെടുത്തു. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും. അവരാണ് വലിയ ഭീകരത നേരിടാൻ പോകുന്നത്. ആ സ്ത്രീകളെയും കുട്ടികളും അവരെല്ലാവരും കരഞ്ഞ് അവർ ദൈവത്തിൻ്റെ സഹായം വിളിച്ചപേക്ഷിച്ച്, ദൈവമേ അവർ സഹായം വിളിച്ചപേക്ഷിച്ച് കരഞ്ഞ് അവർ ദിനരാത്രങ്ങളില്ലാതെ ദൈവസന്നിധിയിൽ വ്രതമെടുത്ത് കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. കാരണം അവരുടെ ജീവനും അവരുടെ മാനവും അവരുടെ കുടുംബവും എല്ലാം അപകടത്തിലാണ്. തലമുറകൾ അപകടത്തിലാണ്. അവരുടെ സംസ്കാരം അപകടത്തിലാണ്. അവരുടെ വിശ്വാസം അപകടത്തിലാണ്. ആ നിലവിളി ദൈവസന്നിധിയിൽ ചെന്നു. പ്രിയപ്പെട്ട സഹോദരൻ, ടിപ്പു സുൽത്താൻ്റെ പീരങ്കി സേനയും ഒരുപാട് വെടിക്കോപ്പുകളും പടക്കോപ്പുകളും എല്ലാം ആലുവ മണപ്പുറത്ത് സെറ്റ് ചെയ്ത് അവർ മാർച്ച് ചെയ്യാൻ ഉദ്യമിക്കുന്നതിൻ്റെ തലേ രാത്രി അപ്രതീക്ഷിതമായി വലിയ പെരുമഴ പെയ്ത്
പെരിയാറിൽ വെള്ളം കയറി ഈ ടിപ്പു സുൽത്താൻ്റെ പീരങ്കി എല്ലാം സെറ്റ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഈ പടക്കോപ്പുകളും വെടിക്കോപ്പുകളും എല്ലാ യുദ്ധസാമഗ്രികൾ ശേഖരിച്ചു വരുന്നു. അവിടെ എല്ലാം വെള്ളം കൊണ്ട് നനഞ്ഞ് കുതിർന്ന് അത് അവരുടെ സൈന്യം താറുമാറായി. ആ പടയോട്ടം അവിടെ വെച്ച് നിർത്തി ടിപ്പു സുൽത്താൻ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന തിരിച്ചുപോക്കിലാണ് ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷ് സൈന്യം പിടികൂടുന്നത്, തുറുങ്കിലടയ്ക്കുന്നത്. അതിനുശേഷം ശ്രീലങ്ക പട്ടണത്ത് കൊണ്ട് പൂട്ടിയിട്ട് അവിടെ നിന്നാണ് അദ്ദേഹം കൊലപ്പെടുത്തപ്പെടുന്നത്. അദ്ദേഹത്തിന് അന്ത്യം അവിടെ വെച്ച് സംഭവിക്കുകയാണ്. പിന്നെ ഒരിക്കലും അദ്ദേഹം തിരിച്ച് ഈ കേരള നാട്ടിലേക്ക് വന്നിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകരുടെ ഹൃദയം നുറുങ്ങിയുള്ള വിലാപം, സഹായത്തിന് വേണ്ടി ദൈവത്തോടുള്ള വിലാപം ദൈവസന്നിധിയിൽ ചെന്നു. അതാണ് സങ്കീർത്തനം 57:3 നമ്മൾ വായിക്കുന്നത്. സങ്കീർത്തനം 57:3 പറയുകയാണ്, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും, എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും എനിക്ക് വേണ്ടി അയക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട്, നെപ്പോളിയൻ രാജാവ് ഈ റഷ്യയെ ആക്രമിക്കാൻ വേണ്ടി, അന്ന് സാർ ചക്രവർത്തിമാരാണ് ഭരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ സാർ ചക്രവർത്തിമാർ ഭരണകാലമാണ്. അങ്ങനെ റഷ്യ ആക്രമിക്കാൻ വേണ്ടി ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് സൈന്യമായിട്ട് കുതിച്ച് മുന്നേറുകയാണ്. ഒരാൾക്കും തടുക്കാൻ പറ്റുന്നില്ല. യൂറോപ്പിൽ ഒരു രാജ്യത്തിനും നെപ്പോളിയനോട് പൊരുതി നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തകർന്ന് ഓരോ രാജ്യങ്ങളും അടിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ, റഷ്യ വലിയ ഭയത്തിലായി, സാർ ചക്രവർത്തിമാരെല്ലാം വലിയ പ്രതിസന്ധിയിലായി. അപ്പോൾ അവർ വാർത്ത കേൾക്കുകയാണ്, റഷ്യയുടെ നേരെ ഈ നെപ്പോളിയൻ്റെ സൈന്യം പാഞ്ഞെടുക്കുകയാണെന്ന്. ആ രാത്രി സാർ ചക്രവർത്തി, പ്രത്യേകിച്ച് റഷ്യൻ ഭരണാധികാരി, വലിയ തരത്തിൽ ഭയത്തിലും അദ്ദേഹം വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലാകപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മീയ നേതാവ്, ഒരു ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, നീ രാത്രി മുഴുവനും ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, നിൻ്റെ സൈന്യം നീ സജ്ജമാക്കണം, നിൻ്റെ ശത്രുക്കൾക്കെതിരെ നീ എല്ലാം ശരിയാക്കണം, അതിന് ഓർഡർ കൊടുക്കുക. അതിനുശേഷം നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അങ്ങനെ ആ രാജാവ് ചെയ്തത്, അന്ന് രാത്രി 91 സങ്കീർത്തനത്തിലെ 1-2 വാക്യങ്ങൾ എപ്പോഴും നേരെ വെളുക്കുന്നത് വരെ പറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരുന്നു. 91 സങ്കീർത്തനത്തിലെ 1-2 തിരുലിഖിതങ്ങൾ, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന് തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ ദൈവവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കോട്ടയും എന്ന് പറയും. അങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ചക്രവർത്തിയാണ്, അധികാരമുണ്ട്, പക്ഷേ ദൈവഭക്തിയിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. അദ്ദേഹം രാത്രി മുഴുവനും ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന് തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. ഇതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തർക്കും പല വിധത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും. കേരളത്തിൽ പെരിയാറിന് തീരത്ത് അല്ലെങ്കിൽ കൊച്ചി രാജ്യയിൽ അഭയം തേടിയ വിശ്വാസികൾ കരഞ്ഞ് ദൈവമേ ഇടപെടണമെന്ന് വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു. ഇവിടെ ഈ ചക്രവർത്തി ദൈവത്തോട്, ദൈവമേ ഞാൻ അങ്ങയുടെ സംരക്ഷണത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിലുള്ള ആശ്രയം പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. ആ രാത്രി ദൈവം സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതികഠിനമായ അതിശക്തമായ അതിശക്തമായ മഞ്ഞ് റഷ്യൻ അതിർത്തികളിൽ അതിശക്തമായത് ആ രാത്രി പെയ്തിറങ്ങി. മഞ്ഞുമല പോലെ മഞ്ഞ് നെപ്പോളിയൻ സൈന്യത്തിന് മുന്നേറാൻ പറ്റാതെയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1814-15 കാലഘട്ടങ്ങൾ സംഭവിച്ച വലിയൊരു ദൈവികമായ ഒരു സംരക്ഷണം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ മറ്റൊരു സംഭവം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. അതിങ്ങനെയാണ്. പിയൂസ് 7 മാർപ്പാപ്പ, ആ മാർപ്പാപ്പയുടെ കാലത്ത് 1809 ഈ നെപ്പോളിയൻ റോമിലേക്ക് മാർച്ച് ചെയ്തു, വത്തിക്കാനിൽ ചെന്നു, വത്തിക്കാൻ കീഴടക്കി. വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പയെ അറസ്റ്റ് ചെയ്ത് ചങ്ങലക്കിട്ടു, വലിയൊരു തുറുങ്കിൽ ഒരു ജയിലിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1809 ഇത് സംഭവിക്കുന്നത്. ആ കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നെപ്പോളിയൻ അങ്ങനെ അടിക്കടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാർപ്പാപ്പ തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു. ഒരു വർഷം കഴിഞ്ഞ് 1810 ഒരു രാജാവിനും ഈ മാർപ്പാപ്പയെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല. 1811 1812 1813 ഒരാൾക്കും ഒരു രാജ്യത്തിനും ഇടപെടാൻ പറ്റുന്നില്ല. ഒരുപാട് ക്രിസ്തീയ രാജ്യങ്ങളുണ്ട്, ഒരുപാട് ക്രിസ്തീയ രാജാക്കന്മാരുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, അവരെല്ലാം പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ മാർപ്പാപ്പയെ ഈ ജയിലിൽ നിന്ന്, തുറുങ്കിൽ നിന്ന്, ഈ ചങ്ങലയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഈ നെപ്പോളിയൻ ചക്രവർത്തി മാർപ്പാപ്പയെ ചങ്ങലക്കിട്ട് പൂട്ടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1813 ആയപ്പോൾ
1813-14 ആ സമയമായപ്പോൾ മാർപ്പാപ്പ ഒരു കാര്യം, മാർപ്പാപ്പ കർത്താവിൻ്റെ സന്നിധി പ്രത്യേകിച്ച് പരിശുദ്ധ മാതാവിനോട് നിലവിളിച്ചു. പരിശുദ്ധ മാതാവിനോട് മാർപ്പാപ്പ പറഞ്ഞു, പരിശുദ്ധ അമ്മേ, അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ശക്തിക്ക് ഒരു രാജ്യത്തിനും ഇടപെടാൻ പറ്റുന്നില്ല, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ഈ ജയിലിൽ നിന്ന് ജീവനോടെ പുറത്ത് വന്ന് വീണ്ടും റോമിൽ വത്തിക്കാനിലെത്തിയാൽ അമ്മയുടെ മഹത്വത്തിന് വേണ്ടി ഒരു തിരുനാൾ സാർവത്രിക സഭയിൽ ഇന്ന് എല്ലാ വർഷവും ഞങ്ങൾ ആചരിക്കുന്നതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മഹത്വത്തിന് വേണ്ടി, പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ഒരു നേർച്ച ഈ മാർപ്പാപ്പ ജയിലിൽ കടന്ന് നേർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്തരീക്ഷങ്ങൾ മാറി മറിഞ്ഞു. അദ്ദേഹം ഒരു വാട്ടർലൂ എന്ന് പറഞ്ഞ യുദ്ധത്തിൽ പോകുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തെ ഇംഗ്ലീഷ് സൈന്യം നിഷ്കരണം പരാജയപ്പെടുത്തി. അദ്ദേഹത്തെ ചങ്ങലക്കിട്ടു, അദ്ദേഹത്തെ കൊണ്ട്. പിന്നെ അതിനുശേഷം നെപ്പോളിയൻ്റെ ആ ഒരു യുഗം അങ്ങോട്ട് അവസാനിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 1814 മെയ് 24 മാർപ്പാപ്പ അങ്ങനെ വത്തിക്കാനിൽ തിരിച്ചെത്തി. മാർപ്പാപ്പ തിരിച്ചെത്തി ആദ്യം ചെയ്തത് ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ തിരുനാൾ എല്ലാ വർഷവും മെയ് 24 കൊണ്ടാടാനുള്ള ഒരു വലിയ ഡിക്രി മാർപ്പാപ്പ സഭയ്ക്ക് നൽകി. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഒരു സ്തുതിക്കായുള്ള തിരുനാൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ഡിക്രി പുറപ്പെടുവിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 57 സങ്കീർത്തനത്തിൻ്റെ 3-ാം തിരുലേഖനം നിങ്ങൾ ശ്രദ്ധിക്കണം. വേദനയിലും വിഷമത്തിലും സങ്കടത്തിലും കണ്ണുനീരിലും കിടക്കുമ്പോൾ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗത്തിലെ ദൈവം സഹായം അയച്ച് എന്നെയും നിങ്ങളെ രക്ഷിക്കും. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. അത് നെപ്പോളിയൻ ആണെങ്കിലും ടിപ്പു സുൽത്താൻ ആണെങ്കിലും അത് ഏതൊരു ശക്തിയാണെങ്കിലും ദൈവത്തിന് അവരുടെ കരങ്ങളിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ കഴിവുണ്ട്. അവിടുത്തെ കാരുണ്യവും അവിടുത്തെ വിശ്വസ്തതയും എനിക്ക് വേണ്ടി അവിടുന്ന് അയക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 35-36 തിരുലിഖിതങ്ങൾ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 5, 35, 36 തിരുലിഖിതങ്ങൾ. യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട, പ്രതീക്ഷ വിട്ടു, ഇനി രക്ഷിക്കാൻ നേരമൊന്നുമില്ല, ഇനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയുടെ ആരാധന വെച്ച് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൗർബല്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നിറച്ച്, വിശ്വാസത്തിൻ്റെ ബലം നിറച്ച്, പ്രതികൂലങ്ങളിലും പാതാളം പോലെ ഒരിക്കലും പുറലോകം കാണാത്ത വിധമുള്ള തകർച്ചയുടെ അടിത്തട്ടിലേക്ക് പോയാലും ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ ഈ പാതാള കിണറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഒരിക്കൽ കൂടെ ജീവിതവും ഒരിക്കൽ കൂടെ ഒരു പുതിയ യുഗവും എനിക്ക് തരുമെന്നും വിശ്വസിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം അവരവരുടെ ഭവനങ്ങളിൽ ഇപ്പോൾ എവിടെയാണോ ഓരോരുത്തരും നിൽക്കുന്നത് അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഹൃദയം കൊണ്ട് ഓർക്കാം, മനസ്സുകൊണ്ട് അംഗീകരിക്കാം. 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രത്തോളം ശബ്ദം ഉയരട്ടെ. ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഓരോ ഞെരുക്കത്തിലേക്ക് അപേക്ഷിക്കുക. തകർച്ചകളിലേക്ക് കർത്താവിനെ വിളിക്കുക. ദുരിതങ്ങളിലേക്ക് കർത്താവിനെ വിളിക്കുക. കടബാധ്യതയിലേക്ക് കർത്താവിനെ വിളിക്കുക. കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് കർത്താവിനെ വിളിക്കുക. ബിസിനസ്സിൻ്റെ തകർച്ചയിലേക്ക് കർത്താവിനെ വിളിക്കുക. മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം വലിയ പാതാളക്കുഴി പോലെ വലിയ തരത്തിൽ ലോകം മുഴുവൻ കുഴിയിൽ വീണ് കിടക്കുന്നവർ കർത്താവിനെ വിളിക്കുക. പാപത്തിന്റെ കുഴിയിൽ വീണ് കിടക്കുന്നവർ കർത്താവിനെ വിളിക്കുക. ആത്മനാശത്തിരിക്കുന്നവർ കർത്താവിനെ വിളിക്കുക. എത്രമാത്രം ആത്മാർത്ഥതയോട് സത്യസന്ധതയോട് വിളിക്കാമോ അത്രയും ആത്മാർത്ഥതയോട് സത്യസന്ധതയോട് ഈ സമയം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കൈകൾ ഉയർത്തി ഈശോയിലേക്ക് കണ്ണുകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, ഇടപെടണമേ. കൈകൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ, അപ്പാ. എന്റെ യേശുവേ, God.
വീണ